അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥയുടെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ നാഗത്തറയിൽ നാഗങ്ങൾക്ക് വേണ്ടി പൂജയ്ക്ക് അല്ല കളം വരയ്ക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. അങ്ങനെ എല്ലാവരും ടെൻഷനിലാണ്. അങ്ങനെ കൃഷ്ണ നന്നായി കളമൊക്കെ വരയ്ക്കുന്നു. ആ സമയത്ത് നാഗം ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും പേടിയൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നാഗത്തിനെ നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് കൃഷ്ണയുടെ അടുത്ത് വന്ന് കുറേ നേരം നിൽക്കും. കൃഷ്ണ നോക്കും. പിന്നീട് കൃഷ്ണ ആ കളം പൂർത്തിയാക്കുകയാണ്. കളം പൂർത്തിയാക്കിയതിന് ശേഷം അവൾ തൊഴും. അങ്ങനെ തിരിച്ച് നാഗം പോയി ആ ഒരു കുടം വെച്ചിട്ടുണ്ട്, ആ കുടത്തിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ പൂജാരി പറയും നാഗം പ്രസാദിച്ചിരിക്കുന്നു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ കൃഷ്ണയോട് പറയുക അതിൻ്റെ വാ മൂടി കെട്ടാൻ പറയും. അങ്ങനെ കൃഷ്ണ അത് കെട്ടി വെക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നു. കാരണം ഒരു ചെറിയ പെൺകുട്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലോ എന്ന് മുത്തശ്ശിയും പറയുകയാണ്. അപ്പോൾ അങ്ങനെ അയാൾ പറയും, പൂജാരി പറയും ഇനി പോയി കൃഷ്ണ വിശ്രമിച്ചോളാൻ പറയുകയാണ്. കൃഷ്ണ പോയി കുളിച്ചോളാൻ പറയുകയാണ്. അങ്ങനെ കൃഷ്ണയെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കൃഷ്ണയ്ക്ക് എന്ത് കൊടുക്കും? പൈസ കൊടുത്താൽ പോരല്ല, അതിലും വേറെ എന്തെങ്കിലും കൊടുക്കുന്നതാണ് മുത്തശ്ശിയുടെ ആഗ്രഹം. അങ്ങനെ ഗാദിക്ക് കൊടുക്കാൻ വെച്ചിട്ട് ഒരു വടയെടുത്ത് മുത്തശ്ശി കൃഷ്ണയ്ക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. അതും നവീനെ കൊണ്ട് കൊടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കീർത്തിയുടെ അമ്മയാണ് കുറേ ഗുണ്ടകളെയൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ നവീൻ്റെ ഫോൺ വാങ്ങിയിട്ട് അതിലൂടെ ഗാദിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ നാഗത്തറയിൽ വരണം, എനിക്കിതിനോട് സംസാരിക്കാനുണ്ടെന്ന്. അതിന് പ്രകാരം എന്ത് ചെയ്യുക, ഗാഥ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ കുടം എങ്ങനെയാണോ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ കറക്റ്റായിട്ടുള്ളൂ ഈ ഗാഥയുടെ കയ്യിൽ വരുന്നത്. കാരണം ഈ കൃഷ്ണയും ഗാഥയും സെയിം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാറിപ്പോകുന്നതായിരിക്കും. അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് തള്ളുമ്പോഴത്തേനും ഈ കുടം വീണ് ഈ നാഗം പുറത്തിറങ്ങുകയാണ്. അപ്പം നമ്മുടെ കൃഷ്ണ ഇത് കാണുന്നുണ്ട്. കൃഷ്ണ തലയിലൊക്കെ കൈവച്ച് ഭയങ്കര ടെൻഷനാവുന്നു. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ലല്ലോ നാഗം, കാരണം അത് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. നാഗം ഇനി ആരെ ഉപദ്രവിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. നവീൻ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പം നാളെ നല്ലൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.